നമസ്കാരം. ഹരീഷ് പേരടി പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഞാൻ നിർമ്മിക്കുന്ന രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ദാസേട്ടന്റെ സൈക്കിൾ എന്നൊരു സിനിമയായിരുന്നു. ഇത് NM മൂവീസിന്റെ നസീറുമായിട്ട് ചേർന്ന് ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ രചന എന്ന് പറയുന്നത് കഥ, തിരക്കഥ, സംഭാഷണം, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ A. ശാന്തകുമാറാണ്. ശാന്തന്റെ അവസാന സിനിമ സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി നാടകങ്ങളിലൂടെ മലയാളികൾക്ക് വളരെ പ്രശസ്തനായ മനുഷ്യനായിരുന്നു ശാന്തൻ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഭൂമിയിലെ മനോഹര സ്വകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമ. അതിലും ഞാനും ചെയ്തിട്ടുണ്ട്, നിഷ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും ചെയ്ത സിനിമ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എഴുതിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. സ്ക്രിപ്റ്റിനോടുള്ള ഒരു വല്ലാത്ത ഒരു ആത്മബന്ധമായിരുന്നു. സത്യത്തിൽ ഞാനിതിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയയിലേക്ക് കൂടി കടക്കാനുള്ള കാരണം അങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിച്ചേരുന്നത്. സിനിമയിലെ വിവിധ സന്ദർഭങ്ങളിലുള്ള ഒരു ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഒരു റിട്ടയർഡ് കണക്ക് മാഷായിട്ടുള്ള സ്കൂൾ അധ്യാപകന്റെ വേഷമാണ്. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നിരവധി അധ്യാപകരെ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകളെ പഠിപ്പിച്ച ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഒരുപാട് ആളുകൾ റെസ്പെക്ട് ചെയ്യുകയും എന്നാൽ അവർക്കിടയിൽ തന്നെ ബഹുമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് വളരെ ജനകീയനായി ജീവിക്കുന്ന ചില അധ്യാപകരുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ അപ്പു മാഷ്. അപ്പൊ ഈ അപ്പു മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂട്ടുന്നതും കിഴിക്കുന്നതും എല്ലാം കണക്കിൽ ചെയ്യിക്കുന്നവൻ ജീവിതത്തിൽ ഒന്നാമനാകും എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിക്കിഴക്കുന്ന ഒരു കണക്കുണ്ടല്ലോ, ആ കണക്കിന്റെ ഒരു രീതിയിൽ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാലോ, നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും കൂട്ടലുകളും കിഴിക്കലുകളും നടത്തിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പുതപ്പിൻ്റെ നിന്ന് പുറത്തേക്ക് വരിക. പിന്നെ ആ കണക്ക് കൂട്ടിയ കണക്കൊക്കെ ശരിയായിക്കൊള്ളുന്നില്ല. വീണ്ടും ആ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വീണ്ടും കണക്കുകൾ തെറ്റും. അപ്പൊ അത്തരം ഒരു കണക്കിലൂടെയാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളെ പോലെ തന്നെയാണ്. പലപ്പോഴും നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളായി നിൽക്കാറുണ്ട്. പക്ഷെ ഇടതുഭാഗത്തൊരു 1 വരുമ്പോൾ നമ്മളത് 10ഉം, പിന്നീട് നമ്മളെ പോലെയുള്ള വിലയില്ലാത്ത കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ചേരുമ്പോൾ അത് 100ഉം 1000ഉം ലക്ഷങ്ങളുമായി മാറുമ്പോൾ വലിയ വിലയുള്ളവരായും നമ്മൾ മാറാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമുക്കെല്ലാം പരിചിതമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ, എന്നാൽ ഒട്ടും പരിചിതമല്ലാത്ത ചില വഴികളിലൂടെ ആണ് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ സഞ്ചാരം. അതുകൊണ്ട് തന്നെയാണ് കഥയാണ് ഇതിലെ നായകൻ എന്ന് ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ വളരെ പ്രശസ്തരായ നമ്മളെ മലയാളത്തിലെ നിരവധി ആർട്ടിസ്റ്റുകൾ, ഇന്ദ്രൻ സേട്ടനോട് എത്തിയിട്ടില്ല, ഇന്ദ്രൻ സേട്ടൻ ചെയ്തിട്ടുണ്ട്, ഹരീഷ് കണാരൻ, നിർമ്മൽ പാലാഴി, സെന്തിൽ കൃഷ്ണ, നിഷ സാരംഗ്, ആമിന, പിന്നെ അതുപോലെ ഇവിടെ വരാത്ത സനൂജ, അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം വിഷ്ണു ഇതിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. വിഷ്ണുവിന്റെ സത്യത്തിൽ അന്ന് ശാന്തൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശാന്തനാണ് വിഷ്ണുവിനെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ വിഷ്ണു ചെയ്താൽ നന്നായിരിക്കും എന്നോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുന്നത്. ഏതായാലും ഞങ്ങള് ഈ സിനിമ ഞാനും ശാന്തനും കൂടി ഡിസ്കസ് ചെയ്ത സമയത്ത് 10-30 വർഷമായിട്ട് സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ശ്യാമ. അപ്പം ഞാൻ ശ്യാമിനോട് ഇത് പറഞ്ഞപ്പോൾ ശ്യാമ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വിളിക്കുകയായിരുന്നു. സത്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ആ എക്സ്പീരിയൻസ്, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള സമയമായില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിലുള്ള ഒരു ആഗ്രഹവും വർഷങ്ങളായി മൂടി വെച്ച് ആരോടും പറയാത്തൊരാഗ്രഹവും പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നസീർ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ 2 ഷെഡ്യൂളുകളിലായിട്ട് ഈ സിനിമ പൂർത്തിയാക്കാൻ പറ്റി. ഡിസംബർ 4-ന് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിലൂടെ മാത്രം തന്നെ ഞങ്ങൾക്ക് ഇനി ഒരു സിനിമ എന്ന രീതിയിൽ തിയേറ്ററിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
അപ്പം പൂർണ്ണമായും നിങ്ങളുടെ പിന്തുണ ക്ഷണിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഹലോ ശ്യാമനെ എത്തി. എല്ലാവർക്കും നമസ്കാരം. വളരെ വർഷങ്ങളായി ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് ജോലി ചെയ്തത്. അപ്പോൾ കുറേ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം ക്യാമറമാൻ്റെ ഒക്കെ ഒപ്പം വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒക്കെ എനിക്ക് അന്ന് അവർ വർക്ക് ചെയ്ത സിനിമകളിൽ എനിക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ ആകാൻ സാധിച്ചു. അതിലൂടെ എനിക്ക് എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്ന ഒരു സിനിമ എന്തായാലും എൻ്റെ ജീവിതത്തിലൊരു ലൈഫിലൊരു സിഗ്നേച്ചർ എന്നുള്ള ഒരു രീതി, അതായത് നമ്മൾ എന്നും അത് സിഗ്നേച്ചറായിട്ടുണ്ടാവും ഒരു സംവിധാനം സിനിമ ചെയ്യുക എന്നുള്ളത്. ആ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ സാധിച്ചത് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ സുഹൃത്തും വളരെ കാലത്തെ സുഹൃത്തായ ശ്രീ ഹരീഷ് പേരടിയും നസീറും അവരിലൂടെയാണ്. അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ശാന്തകുമാർ അദ്ദേഹം നമ്മളോട് കൂടെ ഇന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷന്റെ കാര്യവുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് നല്ലൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് മനസ്സിലിങ്ങനെ അത് നമ്മളൊരു പ്രാവശ്യം കേട്ടാലും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഒരു സമയത്താണ് എന്നോട് ഇദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംവിധാനം ചെയ്തുകൂടാന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചത്. അതിലൂടെ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ ഇതിൽ വന്ന് അവരുടെ ഒപ്പം എന്താ പറയുക ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എല്ലാം പറ്റി. നല്ലൊരു പ്രത്യേക ഒരു വളരെ നല്ലൊരു സബ്ജക്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഹീറോ ശരിക്കും ഇതിൽ. ആ സബ്ജക്റ്റിലൂടെ ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നു. അപ്പുമാഷിന്റെ ജീവിതം, ആ ജീവിതത്തിലൂടെയാണ് എല്ലാ ക്യാരക്ടേഴ്സും വരുന്നത്. വളരെ നല്ലൊരു, എപ്പോഴും നമ്മൾ മലയാളി പ്രേക്ഷകർ നല്ലതിനെ ഇരു കൈകളിലൂടെ സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകരാണ് നമ്മുടെ. ഈ സിനിമയും അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഗാനങ്ങൾ, വളരെ സംഭവ ബഹുലങ്ങളായ ഒത്തിരി മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. വളരെ എല്ലാ ആർട്ടിസ്റ്റുകളും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. മലയാളികൾ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എല്ലാവരും ഈ സിനിമ കാണണം. എല്ലാവരും അതിനുള്ള സപ്പോർട്ട്, ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിൽ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് വേണം. താങ്ക് യു. ഹായ്, ഞാൻ വിഷ്ണു പേരടി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ മധുരക്കണക്കിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ ഫസ്റ്റ് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റർ ശാന്തേട്ടനാണ്. ശാന്തേട്ടനാണ് എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ആദ്യം ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്ന ആള്. ശാന്തേട്ടൻ ഇപ്പൊ നമ്മളെ കൂടെ ഇല്ല, എന്നാൽ പോലും ശാന്തേട്ടന്റെ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഈ ക്യാരക്ടർ. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട കുറെ നാളായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ശ്യാമേട്ടനാണെങ്കിലും എനിക്ക് കുറെ നാളായിട്ട് അറിയാവുന്ന ഒരാളാണ് ശ്യാമേട്ടൻ. നമ്മുടെ ഫാമിലി ആയിട്ട് തന്നെ നല്ല ബന്ധമുള്ള ആളാണ് ശ്യാമേട്ടൻ. അപ്പം ശ്യാമേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, പ്രകാശ് അലക്സ് ആണ് എന്റെ മ്യൂസിക്. പ്രകാശ് ഏട്ടൻ മ്യൂസിക് ചെയ്യുന്നു, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അച്ഛൻ അഭിനയിക്കുന്നുണ്ട് ഇതില്. അങ്ങനെ ഇതേപോലെ വെറ്ററൻസ് ആയിട്ടുള്ള കുറെ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക, അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഇതെന്റെ ഫസ്റ്റ് പടമാണ്. കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയതെന്നാണ് എന്റെ വിശ്വാസം. ബാക്കി ഇതെല്ലാം വിലയിരുത്തേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ്, നിങ്ങളെല്ലാവരുമാണ്. 4-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യുന്നത്, December 4. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമസ്കാരം എല്ലാവർക്കും. മധുരക്കണക്കിൽ ഞാനൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഹരീഷ് ഏട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത്. 2 പെൺകുട്ടികളുള്ള ഒരമ്മയാണ് ഈ കഥാപാത്രം. പിന്നെ ശ്യാമേട്ടനെ നേരത്തെ അറിയാം, ഹരീഷ് ഏട്ടനെ നേരത്തെ അറിയാം, ഹരീഷിനെ നേരത്തെ അറിയാം. പിന്നെ ഇതിനകത്തുള്ള ഷെന്തിലിനെ മാത്രം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. പിന്നെ നമ്മുടെ നിർമ്മലിനെ അത് നേരത്തെ അറിയാം, എൻ്റെ ഒരു ബ്രദറെ പോലെയാണ്.
ഇതിലുള്ള എല്ലാവരും നേരത്തെ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇന്ദ്രൻ സേടിൻ്റെ ഒപ്പം ആണെങ്കിലും നേരത്തെ ഒരുപാട് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. ജലധാര പമ്പ് സെറ്റൊക്കെ ഇപ്പോൾ വൈഫായിട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരെയും വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയാണല്ലോ. ഇനിയിപ്പോൾ ഈ 4-ാം തീയതി മൂവി റിലീസാവാണ്. ഈ പടത്തിൻ്റെ മധുരമായ കണക്കുകളുടെ ആൻസർ നിങ്ങളാണ് ഇനി പറയേണ്ടത്. അപ്പോൾ 4-ാം തീയതി സിനിമ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ കണക്കിൻ്റെ ഉത്തരം പറഞ്ഞ് ഞങ്ങളെ വിജയിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഇത്രയും ക്യാമറ ഒരുമിച്ച് കണ്ടപ്പോൾ ടെൻഷനായിപ്പോയി. അപ്പം മധുരക്കണക്ക് ഇതിൽ ഞാൻ ഇതുവരെ ചെയ്ത കോമഡി കഥാപാത്രത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ചെറിയൊരു നെഗറ്റീവ്, വളരെ ചെറിയ നെഗറ്റീവ് കേട്ടോ, ഭയങ്കര ഒന്നുമില്ല, ചെറിയ നെഗറ്റീവായിട്ട്. അപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഹരീഷേട്ടൻ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഹരീഷേട്ടൻ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്നെ നാടകം പഠിപ്പിച്ച ഇതിലും ഒരു കാരണം ഇതിലേക്ക് കണക്ക് മാഷാണ് ഹരീഷേട്ടൻ്റെ ക്യാരക്ടർ. എൻ്റെ ക്യാരക്ടർ പുരുഷോത്തമൻ എന്ന ഒരു ക്യാരക്ടറാണ്, പലിശക്കാരനാണ്. അപ്പം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സിനിമ വിജയിപ്പിക്കുക. താങ്ക് യു. നമസ്കാരം. ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളതിൽ മാക്സിമം ഇവിടെ ഉള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി പറയാൻ പ്രത്യേകിച്ച് വാക്കുന്നില്ല. ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഡിസംബർ 4-ന് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നിങ്ങളോട് എല്ലാവരും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഹലോ, ഞാൻ അമന നിജാം. അപ്പൊ ഈ പടത്തില് ശരിക്കും ഞാൻ വിഷ്ണുവിടെ പെയറായിട്ടാണ് ചെയ്യുന്നത്. ലീഡ് ഒരു ക്യാരക്ടറാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ കുട്ടി ആണ്. അതന്നെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള റോൾസിൽ നിന്നും ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. ആൻഡ് മൂവി ആണെങ്കിലും ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റും ഒരു ക്യാരക്ടറും തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഓഡിയൻസിനും ഇത് കാണുമ്പോൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഡിസംബർ 4-നാണ് റിലീസ് ആവുന്നത്. ഐ ഹോപ്പ് എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മധുരക്കണക്കിലെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഹരീഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് വട്ടപൂജ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലർ നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വില മാറും. അത്തരത്തിൽ ഈ സിനിമയിൽ ഹരീഷേട്ടൻ്റെ കഥാപാത്രം നിൽക്കുന്ന സമയത്ത് കൂടെ ചേരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണ് എൻ്റെ കഥാപാത്രം. ദിനേശൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ്. ഇച്ചിരി അഭിനയിച്ച് നമുക്ക് അത്യാവശ്യം അഭിനയിക്കാനൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങൾ ഡിസംബർ 4-ന് തിയേറ്ററിൽ പോയി കണ്ട് ഈ പടം വിലയിരുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഈ രാവിലെ തൊട്ട് തുടങ്ങിയ ഇന്റർവ്യൂ ആണ്. അതിൽ ഒരു ചാനൽ വരുന്നു, അവർ ഞങ്ങൾ 4 ടീമായിട്ടിരിക്കുന്ന ഫുള്ള് ചിരിയും കളിയും തമാശയായിട്ടിരുന്ന്. ഇത് ഒരുപാട് ചാനലുകളുണ്ട്, ജനങ്ങളുടെ മൊത്തം ഉറ്റുനോട്ടമായതുകൊണ്ട് എല്ലാവരും മണിമണിയായിട്ട് ഓരോരോ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്. കൂടുതലായിട്ടൊന്നും ചിരിയും കളിയൊന്നുമില്ല. എന്തായാലും ഈ ചിരിയും കളിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹരീഷാണെങ്കിലും എൻ്റെ ആണ്. കഥാപാത്രങ്ങളിലേക്ക് ഒരുപാട് തമാശകളൊന്നുമില്ല. ഈ പടത്തിൽ ഒരുപാട് എത്ര ഡ്യൂറേഷൻ എന്നുള്ളതിൽ ഒരുപാട് സമയം നിൽക്കുന്നതിലുപരിയായിട്ട് ഈ കഥാപാത്രത്തിന് അതിൻ്റെതായ വലിയൊരു പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. ഞാൻ സ്കിറ്റുകളിലും കുഞ്ഞു സിനിമകളിലൊക്കെ ചെയ്യുന്ന തമാശകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടർ റോള് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയുള്ള ക്യാരക്ടർ റോൾ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഈ റോൾ എനിക്ക് കിട്ടി. അത് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഏറ്റെടുക്കുക, എല്ലാവരും കാണാം. താങ്ക് യു. പിന്നെ നമുക്ക് ഈ സിനിമയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്
ഇതിന്റെ മ്യൂസിക് പ്രകാശ് അലക്സ് ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടറും BGM എല്ലാം ചെയ്തത്. വളരെ മനോഹരമായിട്ട് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീഫൻ ദേവസിയും അങ്ങനെ എന്താ പറയുക ഇഷ്ടംപോലെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒത്തിരി നല്ല പടങ്ങൾ ഇഷ്ക് അതൊക്കെ ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് പ്രകാശ് അലക്സ്. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഭയങ്കര രസമായിട്ട് തന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലിറിക്സ് 2 പാട്ടുകളാണുള്ളത്. അതിൽ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ സന്തോഷ് വർമ്മയാണ്. ഒത്തിരി ഹിറ്റ് ഗാനങ്ങൾ എഴുതിയിട്ടുള്ള സന്തോഷ് വർമ്മയാണ്. ആ പാട്ട് ആലപിച്ചിരിക്കുന്നത് 2 പേരാണ്. അത് ഒന്ന് ഹരിശങ്കറും നിത്യ മാമനുമാണ്. അത് ഓൾറെഡി നമ്മുടെ ബേസിലും മനോരമ മ്യൂസിക്കും പേജിലൂടെ അത് നമ്മൾ ലിറിക്കൽ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. 2ാമത്തെ ഗാനം എഴുതിയിരിക്കുന്നത് നിഷാന്ത് കുടമനാണ്. അദ്ദേഹം ഒരു കവിയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വരികൾക്കാണ് ജാസി ഗിഫ്റ്റും പ്രകാശ് അലക്സുമാണ് 2ാമത്തെ സോങ് പാടിയിരിക്കുന്നത്. അതൊരു വേറൊരു ടൈപ്പ് ഓഫ് രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അതും ഈ പ്രിയദർശൻ സാറാണ്, ഡയറക്ടർ പ്രിയദർശൻ സാറാണ്. അദ്ദേഹവും മനോരമയുടെ മ്യൂസിക്കിന്റെ പേജിലൂടെയാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഞാനൊരു പുതിയൊരാളാണ് സംവിധാന രംഗത്ത്. ഇതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യൻസും, ക്യാമറാമാൻ എൽദോ ഇസക്, എഡിറ്റർ അയൂബ് ഖാൻ, ഫേമസ് ഹിറ്റ് സിനിമ ദൃശ്യം എഡിറ്ററാണ് അയൂബ് ഖാൻ, അങ്ങനെ നിരവധി ആൾക്കാരെ, പ്രകാശ് അലക്സ്, അങ്ങനെ ഒത്തിരി ആൾക്കാരെ ഇതിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചു. വളരെ ഭംഗിയായിട്ട് 2 ഷെഡ്യൂളിലാണ് ഈ സിനിമ എനിക്ക് തീർക്കാൻ സാധിച്ചത്. പുതിയൊരു ടീം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഒത്തിരി പല ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളൊക്കെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചാണ് ഈ സിനിമ. നമ്മൾ അറിയാലോ, ഒരു മലയാള സിനിമ വരുമ്പോൾ, പുതിയ ടീം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം. അപ്പോൾ അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ മധുര കണക്ക് ഇപ്പോൾ റിലീസാകാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ആ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നന്നായിട്ട് വന്ന് നല്ല രീതിയിൽ വിജയിപ്പിക്കണം. പ്രത്യേകിച്ച് എല്ലാവരോടും അത് കാണണമെന്ന് പറയുകയാണ്. നന്ദി. കുറച്ച് നാളായിട്ട് വിട്ട് നിൽക്കണ്ടായിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഒരു വിശദീകരണം താങ്കൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അത് ബോധപൂർവം പറഞ്ഞതാണോ? അത് ബോധപൂർവം പറഞ്ഞതാണ്. അതിന്റെ സാഹചര്യം ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് കാരണം നമ്മളൊരു പിന്നെ പടത്തിൽ വന്ന് നമ്മൾ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിലൂടെ പിന്നെ വന്ന് അതിൻ്റെ അകത്ത് സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് വന്ന് എന്നിട്ട് നമ്മൾ കുറച്ച് തിരക്കായി, അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്ത് ഓരോ ലൊക്കേഷനിലേക്ക് പോണ സമയത്ത് നമ്മളെ ഡേറ്റ് അങ്ങോട്ട് കൂടി ക്ലാഷ് ആവും. കാരണം പല സ്ഥലത്തുനിന്നും അപ്പം ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായില്ല. അപ്പം ഇടവേള വെച്ചിട്ട് വിളിച്ച് പറഞ്ഞ ഹരീഷിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡേറ്റ് ക്ലാഷ് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് മെമ്പർഷിപ്പ് എന്തായാലും എടുക്കണം, ഹരീഷിന്റെ പരാതി തീർക്കാൻ എനിക്ക് നേരമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഡേറ്റ് നോക്കിക്കോളാം, ഒക്കെ കറക്റ്റ് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെടുത്ത് വന്ന്, ആ ആള് കാരണം നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മൾ എല്ലാ ഡേറ്റും കാര്യങ്ങളും അന്ന് അത്രയും കൂടുതൽ പടം ചെയ്തുകൊണ്ടുന്ന ആളായിരുന്നു. ഒരു കൊല്ലം 10-15 പടങ്ങൾ ഒരേ ടൈമിന് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പം ഒരു സമയത്ത് നമുക്ക് അയാൾക്കൊരു അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു 20 ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 വർഷം ഞാനത് ചോദിച്ചിട്ടേ ഇല്ല. കൊറോണ വന്ന് 2 വർഷം കൊറോണ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു ചോദിച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല. തരാം, അത് ഇറങ്ങിയിട്ട് തരാം, മറ്റേ പടം ഇറങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാനത് അമ്മയിൽ കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ ആ പടങ്ങളൊന്നുമില്ല, പിന്നെ ഒരു പടവും ഇല്ല, ആരും വിളിക്കണമില്ല. പിന്നെ നമ്മളിപ്പം 2ാമത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ പിന്നെയും ചുവട് വെച്ച് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പല സ്ഥലത്തും ഇതിനെ പറ്റി പല നെഗറ്റീവും സമയത്തിന് വരില്ല. പിന്നെ ഭയങ്കര നേരത്തെ പണി എനിക്ക് മനസ്സിലായില്ല. ഞാൻ എറണാകുളത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് 6 മണിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചോറുണ്ണാൻ കഴിയും ഒരാൾക്ക്.
വീട്ടിൽ പോയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട്. കാരണം നമ്മൾ കൊറോണയ്ക്ക് ശേഷം സിനിമകൾ മാറി, ഹ്യൂമറിന്റെ പരിപാടികളെ മാറി, നമ്മൾ ചെയ്ത ഹ്യൂമറൊന്നുമല്ല ഇപ്പം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാലും തീരെ ക്ലീൻ ഔട്ടായി പോകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ പല സ്ഥലത്തും ഭയങ്കരമായിട്ട് നെഗറ്റീവുകളാണ് ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായത്. അപ്പം ആളാരാന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ഇന്ന് അത് ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ആളാരാണെന്ന്. ഇപ്പം രണ്ടാമത് ഇപ്പം ഈ നമ്മൾ വീണ്ടും ഇങ്ങനെ ഹരീഷാറിൻ്റെ ഒക്കെ ഇതിൽ കുറേശ്ശെ ചെറിയ ഇങ്ങനെ വീണ്ടും വെച്ച് തുടങ്ങാൻ പോവാൻ. ഈ ചെയ്തിരുന്ന ക്യാരക്ടറിലേക്ക് പുതിയ പുതിയ ആളുകൾ വന്നപ്പോ അങ്ങനെയും അതുണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം ഹ്യൂമർ കാലാകാലത്ത് ചിലപ്പോൾ ഏറ്റോളം ഇല്ല. ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു. എന്നാലും തീരെ ഇല്ലാതെ ആവുമല്ലോ. എന്തെങ്കിലും ചെറിയ വർക്കൊക്കെ നമുക്ക് ഉണ്ടാവില്ല. അല്ല ഞാനതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാനും നിർമ്മലൊക്കെ സുഖമായിട്ട് പ്രോഗ്രാം ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഏകദേശം എത്ര സിനിമകൾ അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും? ഞാനത് ARM എന്ന് പറഞ്ഞ പടത്തില് ടോവിന്റെ അടുത്ത് ചേട്ടൻ വിളിച്ചിട്ട് എന്തേ വരാന്, നമ്മളെ പടത്തിൽ എന്തേ വരാന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു. പിന്നെ ചേട്ടനെ വിളിച്ചു, ചേട്ടന് ഡേറ്റ് ഉണ്ടായില്ല, ഒരു റെസ്പോൺസും ചെയ്യുന്നില്ല എന്നാണല്ലോ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞ ഞെട്ടിപ്പോയത്. ചേട്ടാ, ഈ രാഷ്ട്രീയം തുറന്നു പറയുന്നോണ്ടേ ഒരുപാട് എതിർപ്പുകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെ നിരന്തരം സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട്. അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടോ സമീപകാലത്ത്? ഞാന് എൻ്റെ നഷ്ടങ്ങളൊന്നും എണ്ണാറില്ല. എന്തൊക്കെ നേട്ടങ്ങൾ വന്നു മാത്രമേ എണ്ണാറുള്ളൂ എൻ്റെ ജീവിതത്തിൽ. സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ഹരീഷ് പറഞ്ഞ പോലെ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അത് ഞാൻ നോക്കാറില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ഞാനതിൻ്റെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളുണ്ടാവില്ല. ഏതൊരു വിഷയത്തിനും രണ്ടും വശങ്ങളുണ്ടാവും. അതിൽ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയിലത്തെ കഥാപാത്രം ചെയ്തതിന് ശേഷമാണ് രാഷ്ട്രീയ നിലപാടുകൾ ഇങ്ങനെ തുറന്നു പറയുന്നു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. അപ്പോ മുരളി ഗോപിയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഹരീഷ് പേരടി രാഷ്ട്രീയ വിമർശനങ്ങള് ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് നേരെ നടത്തുന്നു എന്ന് പറയുന്ന അതീവ ഗുരുതര ആരോപണമുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? തെറ്റായ ആരോപണമാണ്. കാരണം ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഒരുപാട് സപ്പോർട്ട് ഞാൻ കൊടുത്ത പോലത്തെ സപ്പോർട്ട് ചിലപ്പം അവരാരും ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പൊ അത് തെറ്റായ ഒരു ആരോപണമാണ്. നമ്മള് ഒരു കലാകാരൻ എന്ന രീതിയിൽ മാത്രമേ കാര്യങ്ങൾ കാണുന്നുള്ളൂ. ഒരു കലാകാരന്റെ രാഷ്ട്രീയം അതൊരു പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം ഞാൻ പലപ്പോഴും ആവർത്തിച്ച സാധനമാണ്. അതൊരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ രാഷ്ട്രീയമല്ല, മറിച്ച് എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം, തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു രാഷ്ട്രീയം, നല്ലതിന് നല്ലത് എന്ന് പറയാൻ തന്റെ ഇടം കാണിക്കുന്ന രാഷ്ട്രീയം. അത് മുഖം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ പറയേണ്ട നിലപാടുകൾ ശക്തമായിട്ട് പറയേണ്ട രാഷ്ട്രീയം. അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊന്നുമില്ല. അതിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നഷ്ടങ്ങൾ ഞാൻ എണ്ണാറില്ല എന്നാ. നഷ്ടങ്ങൾ എണ്ണാൻ പോയാലല്ലേ നഷ്ടങ്ങൾ സംഭവിച്ചതിനെ കണക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ഞാൻ സിനിമകൾ ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഞാൻ കാണാറ്. ഇപ്പൊ എൻ്റെ കഥാപാത്രം മറ്റാരെങ്കിലും ചെയ്തോ അത് പോയോ ഒന്നും ഞാൻ നോക്കാറില്ല. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, സ്വാഭാവികം. അപ്പം മധുരക്കണക്ക് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? ഇതിലേക്ക് അഭിനയിക്കാനും എന്തായിരുന്നു കാരണം? പ്രധാന റോളിൽ തന്നെ ഇതില് ശാന്തനും ഞാനും തമ്മിൽ വർഷങ്ങളായുള്ള ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ്. ഞാൻ ലോഹിയേട്ടനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ശാന്തനെ സിബി സാറിന് പരിചയപ്പെടുത്തിയ ആളാണ്. സിബി സാറിന് അന്ന് ശാന്തൻ പറഞ്ഞ സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തതാണ്. നമുക്കറിയാലോ. പക്ഷെ സിനിമ പല കാരണം കൊണ്ട് ചിലപ്പോൾ നടക്കാതിരിക്കും. അങ്ങനെ നടക്കാതെ പോയതാണ്. ശാന്തൻ അത് നാടകമാക്കുകയും നിരവധി വേദികൾ കളിക്കപ്പെടുകയും ചെയ്തു. അപ്പം ശാന്തൻ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സിനിമാക്കാരനാവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ആള് ഹരീഷാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശാന്തന്റെ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും. ആദ്യം ഭൂമിയിലെ മനോഹര സ്വകാര്യങ്ങൾ, അത് ഷൈജുയുടെ നിർബന്ധം കൊണ്ട് അവൻ എഴുതിയതാണ്.
ഇപ്പൊ ശാന്തൻ ആയിട്ട് ഞാനിത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞത് അവൻ വിട്ടുപോയപ്പം അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം, സാംസ്കാരിക ഉത്തരവാദിത്വം എന്റേത് ആണ്. അതിനോടുള്ള ഒരു ആത്മാബന്ധം എനിക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ഫോൺ കോൾ മതി, എടാ വിചാരിച്ച പോലെ നടന്നുള്ളതാന്ന് പറയാം. പക്ഷെ അത് വിട്ടുപോയപ്പോൾ അത് പറ്റില്ല. അപ്പൊ ആ ആത്മബന്ധം വർദ്ധിച്ചപ്പം അത് മറ്റൊരു പ്രൊഡ്യൂസർ അടുത്ത് പോയിട്ട് അങ്ങനെ കെഞ്ചി സിനിമയൊക്കെ ഒന്നും നമ്മുടെ രീതിയില്ല. നസീർ എന്റെ സുഹൃത്താണ്, ശ്യാമിന്റെ സുഹൃത്താണ്, നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ നസീർ തയ്യാറാവുന്നു, ഞാൻ നസീറിന്റെ കൂടെ അതിൽ പങ്കെടുക്കുന്നു, അങ്ങനെയാണ് ഇതിലേക്ക് വളരുന്നത്. ആദ്യത്തെ സിനിമയിലാണെങ്കിലും ഒരു മകനുണ്ട്, ഇപ്പോ ഈ സിനിമയിലായാലും. അപ്പൊ എന്തുകൊണ്ടാണ് മകനെ അഭിനയിപ്പിച്ചത്? കുട്ടികൾ പണി പഠിക്കട്ടെ, അതൊരു തമാശ. ഇതിലേക്ക് ശാന്തനായിരുന്നു വിഷ്ണുവിനെ സെലക്ട് ചെയ്തത്. ജീവിച്ചിരിക്കുന്ന ഈ കഥാപാത്രം ചെയ്താൽ നന്നായിരിക്കുന്നത്. പക്ഷെ ഇവൻ UK-ലാണ് ഇപ്പോഴുള്ളത്, എൻഡവറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവനത് പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവനെന്നെ വിധിച്ചതായിരുന്നു അത്. 2 ഷെഡ്യൂളായ സമയത്ത് അവനെന്നെ അത് ചെയ്യാൻ പറ്റി എന്നുള്ളതിന് വലിയ കാര്യം. പിന്നെ ശ്യാമിൻ്റെയൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ പുതിയൊരു ആളായിട്ട് ചെയ്യുമ്പോൾ പോലും അത് ഞാൻ വിചാരിച്ചാൽ അങ്ങനെയല്ലല്ലോ, സിനിമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവരുടെയൊക്കെ ഒരുപാട് സഹകരണത്തിലൂടെ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഞാൻ എന്താ ഇങ്ങനെ ചെയ്തു വെച്ചാല് വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാത്തത്, നമ്മളിതിന്റെ ഒരു ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്ത് ആ ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിന് തയ്യാറായത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക ഞെരക്കമൊന്നും എവിടെയും വരുത്താത്ത രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സാമ്പത്തികം നമ്മളെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് മറ്റുള്ളവർ അറിയണ്ട. നമ്മളത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് നമുക്കിത് 2 ഷെഡ്യൂളിൽ തന്നെ ആവേണ്ടി വന്നത്. പിന്നെ ഇതിന്റെ പ്രധാന പങ്കാളി എന്ന് പറയുന്ന നസീറിന്റെ വലിയൊരു സഹായം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ചേർന്നിട്ടാണത് മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു സംശയം എല്ലാവർക്കും വരാം. അതായത് അച്ഛൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണോ മകൻ നായകനായത്, അതോ മകൻ നായകനായതുകൊണ്ടാണോ അച്ഛൻ പ്രൊഡ്യൂസർ ആയത്? ഇതിന് സത്യത്തിൽ നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതിന്റെ മുന്നേ നമുക്കുള്ളത് വെളിപ്പെടുത്തുന്നതിനും കുറെ പരിമിതികളുണ്ട്. ഇതിൽ കഥയാണ് നായകൻ എന്ന് ഞാൻ പറയുന്നതാണ്. ഇപ്പൊ അരീഷ് പറഞ്ഞല്ലോ, അരീഷ് എത്രയോ സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്ത ആളാണ് അരീഷ്. പക്ഷെ അരീഷ് ഇതുവരെ ചെയ്യാത്ത ഒരു വിഭാഗത്തിലുള്ള ഒരു കഥാപാത്രം. അത് ഞാൻ അവരെ വിളിച്ചു പറയണം, നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമായിരിക്കുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ട് അപ്പുറത്ത് റിസൾട്ട് അതിൽ കിട്ടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെയായിരുന്നു വിഷ്ണുവിന്റെ കാര്യത്തിൽ. ആ കഥാ സന്ദർഭം അതിൽ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അത് ഇയാൾ ചെയ്താൽ നന്നാവില്ലേ എന്ന് ശാന്തൻ ചോദിച്ചപ്പോൾ എന്തിനു മറ്റൊരിലേക്ക് പോകുന്നു, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ചന്ദ്രനാണ് അത് ആദ്യം പറഞ്ഞത്. അപ്പൊ പിന്നെ നല്ലൊരു കൈ നോക്കണം. പിന്നെ അവർക്കൊക്കെ ചെറുപ്പം മുതലേ ആഗ്രഹമുള്ള സംഭവമാണ്. അതായത് എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു റിഹേഴ്സൽ ക്യാമ്പുകളുടെ ഒക്കെ ഒരു വലിയ സ്ഥലമാണ്. നാടകകാരങ്ങളിലെ എല്ലാവരും ഒന്ന് റിഹേഴ്സൽ ചെയ്യുകയും സ്ക്രിപ്റ്റ് വായന നടത്തുകയും. അപ്പൊ ഇവരൊക്കെ ചെറുപ്പത്തിൽ വളരുന്ന കാലം മുതലേ, ഇപ്പൊ ശാന്തനൊക്കെ എടുത്തു നടന്ന ആളാ, വളർന്ന കാലം മുതലേ എല്ലാവരും അറിയുന്നതാണ്. ഇതിന്റെ ഇടയിൽ കിടന്നിട്ടാണ് ഇവരൊക്കെ വളരുന്നത്. അപ്പൊ 2ാമത്തെ മകൻ ആദ്യത്തെ സിനിമയിൽ ചെയ്യാനും അത് കാരണമാണ്. ബാംഗ്ലൂർ തന്നെ പഠിക്കുന്നത്, അവിടുത്തെ തിയേറ്ററിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കടന്ന് വളരുന്നത് കൊണ്ട് എനിക്ക് ഇവരൊരു പുതിയ അഭിനേതാക്കളായിട്ടോ എൻ്റെ മക്കളായിട്ടോ അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന് കാരണം അതാണ്, ആ ഒരു പാശ്ചാത്തലം അങ്ങനെയായിരുന്നു. അല്ല, സാഹചര്യം അവർക്ക് ഉണ്ടായി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു മാത്രം. ഇപ്പോ താങ്കൾ ചോദിച്ച പോലെ ഇപ്പോ ഈ വിഷ്ണു ഒരു പുതിയ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ഫീൽഡ്, സത്യം പറഞ്ഞാൽ ഇപ്പോ ഹരീഷ് സാർ പറഞ്ഞ പോലെ ആ ഒരു ആ വീടിന്റെ ആ ഒരു നാടകം ഇതിന് അത് പിന്നെ ഇങ്ങനെ ആക്ടിങ് ഇതിലൊക്കെ കണ്ട് വളർന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഗുണമായിരുന്നു. കാരണം ഒരാള് വരുമ്പോൾ, ഞാനൊരു പുതുമുഖ സംവിധായകൻ, ഒരു പുതിയ ഒരാള് ഇങ്ങനെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഒരു പുതിയ ആള് എന്നുള്ള ഒരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കിയില്ല. റീടേക്കോ ഒന്നും പോകാതെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഇങ്ങനെ ഈ ഒരു ഇതിൽ ജീവിച്ച് വളർന്ന അച്ഛൻ്റെ ഒരു ഇതും കഴിവും ഉള്ളത് കൊണ്ടാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ വിഷ്ണു ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വളരെ സപ്പോർട്ടായിരുന്നു, നല്ല രസമായിരുന്നു എന്നുള്ളതാണ്. തീരുമാനിച്ചത് അത് മാത്രമല്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡിലുമാണ് ഹരീഷ് ഏട്ടൻ വരുന്നത് ഇതില്.
അപ്പൊ അതെങ്ങനെയായിരുന്നു? ഇതില് നമ്മളെ നമ്മളെ സിനിമയുടെ മലയാള സിനിമയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അസാധ്യ ആക്ടേഴ്സായിരിക്കും ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുക. പലപ്പോഴും ഈ മലയാള സിനിമയിൽ എപ്പോഴും പണ്ട് മുതലേ അങ്ങനെയാണ്, അസാധ്യമായിട്ട്. പപ്പുവേട്ടൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞാവക്ക എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു പപ്പുവേട്ടൻ്റെ കൂടെ. അന്ന് നാടകങ്ങളിൽ ഇവർ രണ്ടുപേരും കൂടിയായിരുന്നു സാധനങ്ങൾ ചെയ്യുക. അപ്പൊ അവരൊരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അന്ന് സ്പോട്ട് ആ സ്റ്റേജിന്റെ പിന്നിൽ നിന്നാണ് പപ്പുവേട്ടനും കുഞ്ഞാവക്കയും കൂടി ഈ ആ മൂഡിനനുസരിച്ചിട്ടുള്ള ഒരു സാധനം, ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യും. സ്റ്റേജിന്റെ മുകളിൽ നിന്ന് അതങ്ങോട്ട് വളരും. അങ്ങനെയുള്ള ഒരു ആക്ടർ പപ്പുവേട്ടൻ വന്നിട്ട് ഇപ്പോഴും കണ്ടില്ലേ പപ്പുവേട്ടന്റെ ആ താമരശ്ശേരി ചുരത്തിന്റെ സ്ക്രൂ ഡ്രൈവറൊക്കെ എറിയുന്ന സ്ഥലം, ആ സ്പോട്ട്. പ്രിയൻ സാറൻ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഓൺ ചെയ്തിട്ട് തിരിഞ്ഞു നിന്ന് ചിരിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ആക്ടർ, അതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇപ്പൊ സെന്തിലാണെങ്കിലും അങ്ങനെയാണ്, അപ്പം നിർമ്മലാണെങ്കിലും. അപ്പൊ എന്തുകൊണ്ട് ഇത്ര ആക്ടേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു സൈഡ് ഉണ്ട്. അത് പലപ്പോഴും മലയാള സിനിമ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അത്തരം ആക്ടേഴ്സ്, ഞാൻ ഇവരെ മാത്രമല്ല പറയുന്നത്, ഗംഭീരമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. ആ കാര്യത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഇവർക്ക് കൊടുത്ത് ഭയങ്കര മനോഹരമായിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ 3 പേരും കൂടെ, ചാന്ദനും ശ്യാമും ഞാനും കൂടെ, ഒറ്റയ്ക്കല്ല തീരുമാനിക്കുന്നത്, അങ്ങനെ ഒരു ചർച്ചയിലൂടെയാണ് അതിലേക്ക് പോകാൻ കാരണം ഉണ്ടായത്. ഈ സാധാരണ ഹരീഷ് കണാരൻ എന്ന സിനിമയിൽ നമ്മൾ എൻട്രി ആവുമ്പോൾ നമ്മളെല്ലാവരും ചിരിക്കും. പുള്ളിയുടെ ഭാഷ കൊണ്ടും പുള്ളിയുടെ ശരീരം, മൊത്തത്തിലുള്ള ഒരു ആക്ടിങ്, ഇത് ഒരു ഹ്യൂമർ, ഭയങ്കരമായിട്ട് ഹ്യൂമർ, ആൾക്കാരെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗ് പ്രസന്റേഷനും ഒക്കെയാണ്. പക്ഷെ അതിലെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഹരീഷ് കണാരൻ എന്ന, അതായത് പുരുഷോത്തമൻ എന്ന വട്ടിപ്പലിശക്കാരൻ ഇതിൽ വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു വിധത്തിലുള്ള ഒരു ഹ്യൂമറും കാര്യങ്ങളും, ചിരിയിലൂടെ വരുന്ന ആണ് സംസാരമെങ്കിലും പോലും, പക്ഷെ പ്രവൃത്തി ഭംഗിയും ഭയങ്കര ഒരു ഇതാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വില്ലനിസം ഉണ്ട് മുഖത്ത്. ശരിയല്ലേ? ശരി. ഓക്കെ. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഹരീഷ്. നല്ല ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് ഹരീഷ് കണാരന്റെ. ഭയങ്കര തമാശയൊക്കെ പറയുകയാണെങ്കിൽ റിയൽ ലൈഫിൽ ഭയങ്കര അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളായിട്ട് തോന്നിയിട്ടുണ്ട്. അതല്ലേ നല്ലത്. അപ്പം ഈ കഥാപാത്രം കോമഡി ആയിട്ട് തന്നെയാണോ, എങ്ങനെയാണ് ഈ കഥാപാത്രം പറഞ്ഞു തന്നത്? ആദ്യം ആരാണ് വിളിച്ചത്? ഹരീഷേട്ടന്റെ സിനിമയിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്തായിരുന്നു? ഈ സിനിമയ്ക്കകത്ത് വിളിച്ചത് ഹരീഷേട്ടൻ തന്നെയാണ്. എന്നോട് ഇങ്ങനെ ആദ്യമേ ഇതിന്റെ കഥ പറയുമ്പോൾ തന്നെ അത് ചെയ്യാനായിട്ട് നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോ ഇതൊരു കോമഡി ക്യാരക്ടർ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കുറേ ഇമോഷണലി കുറേ സംഭവങ്ങൾ ഉള്ള ഒരു സിനിമയ്ക്കകത്ത് ഹരീഷേട്ടൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതില് ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്ന ഒരു കഥാപാത്രമാണ്. അതെനിക്ക് ആ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ആ ഒരു സിനിമയുടെ കുറെ സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഞാൻ ചെയ്തിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ എനിക്ക് ഹരീഷ് ചേട്ടനോടൊപ്പം ഞാൻ നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇതിനകത്ത് അദ്ദേഹം ഒരു നമ്മൾ കുറെ കണക്ക് മാഷിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കണക്ക് മാഷിനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഉള്ള സീനുകളെല്ലാം ഹരീഷ് ചേട്ടനൊപ്പമുള്ള സീനുകളായിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു സെറ്റിലും ഒക്കെ. പറഞ്ഞില്ല നിർമ്മലയുടെ ക്യാരക്ടർ ഇത് പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആണോ? എപ്പോഴും നമ്മൾ എന്നും ഒരു മീറ്ററിന്ന് വിട്ടുപിടിക്കുമ്പോൾ വിവരമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആഗ്രഹമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണമെന്ന്. വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ ഈ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ചിലർ ചോദിക്കും എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിച്ചുകൂടെ എന്ന് ചോദിക്കും. നമ്മൾ മാറ്റി പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ആരെയും വിളിച്ച് തരണ്ടേ? അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റിയത് ഒരു ഹരീഷേട്ടനും ഞാനും മാത്രമുള്ള സീൻ. അപ്പം ഹരീഷേട്ടൻ്റെ കൂടെ ഒരു കാറിൽ ഇരുന്നിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ ഹരീഷേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മീറ്ററും കുറച്ച് ഓവർ എന്തെങ്കിലും ഒരു മിമിക്രി എന്നുള്ള രീതി നമ്മൾ എന്തെങ്കിലും കൈയിടാൻ നോക്കിയാൽ പോലും അത് ഇടാൻ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് ഹരീഷേട്ടൻ അത് വളരെ മനോഹരമായിട്ട് കട്ട് ചെയ്തിട്ട് ആ സീൻ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഹരീഷേട്ടൻ അത് ഭദ്രമാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് അഥവാ ഇനി അത് ഭദ്രമാക്കിയിട്ടില്ല എൻ്റെ ഫോൾട്ടല്ല, ഹരീഷേട്ടൻ്റെ പ്രശ്നം മാത്രമായിട്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഞാൻ അഭിനയിക്കാതെ ഇതിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ പുറമെ സിനിമ കാണാമെങ്കിൽ ആ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമാണ് അത് കിട്ടിയത്. താങ്ക് യു. ഹരീഷേട്ടന്റെ രാഷ്ട്രീയം ശരിക്കും എന്താണ്? ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പലപ്പോഴും പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെയൊക്കെ തള്ളി പറയാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് പിണറായിയോട് ഇത്രയധികം ഒരു വിരോധം? എന്തുകൊണ്ടാണ്? മറ്റു പാർട്ടികളോടൊന്നും ഇത്രയധികം കണ്ടിട്ടില്ല. ഇടതുപക്ഷത്തുള്ളവർ മാത്രം 916 ആയിരിക്കണം എന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? തെറ്റായൊരു വിലയിരുത്തലാണ്. എന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത പോലെ, അതായത് നേരത്തെ പറഞ്ഞത്, ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അത്ര സമയത്ത്, അത്ര നിർണായക ഘട്ടങ്ങളിലൊക്കെയാണ്. പിന്നെ പാർട്ടി വീണു പോകുന്ന സമയത്ത് ആദ്യം കൈ കൊടുക്കുന്നവരും എന്നെ പോലുള്ള ആളുകളാണ്. അത് ഒരു തിരിച്ചറിവിന്റെ അറിവ് മാത്രമല്ല, ഒരു തിരിച്ചറിവിന്റെ ഒരു വിഷയം കൂടെ ഉണ്ട്. അത് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ അറിയാം. എപ്പോഴും സറ്റയർ ആയിട്ടാണ് എപ്പോഴും വിമർശിക്കാറുള്ളത്. അതെന്തുകൊണ്ടാണ്? അങ്ങനെ അത് നമ്മള് നേരത്തെ പറഞ്ഞ അതൊരു കലയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മള് പല രീതിയിലും കാര്യങ്ങൾ പറയാമല്ലോ. മറ്റു പാർട്ടികളെ വിമർശിക്കാതിരിക്കലൊന്നുമില്ല. അതൊക്കെ വേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് കുറച്ചതാണ്, ഒന്നുമില്ല. എന്താ വെച്ചാല് കുറെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവുന്നില്ലേ, പിന്നെ നമ്മൾ പറയാതിരിക്കുന്നതാണല്ലോ നല്ലത്. അതിന്റെ ഭാഗമായിട്ട് ഒരു കലാകാരനാകുമ്പോൾ സപ്പോർട്ട് വേണ്ട എല്ലാ ആൾക്കാരുടെയും. അപ്പൊ അത് ഒരുപാട് കരിയറിനെയും ബാധിക്കില്ലേ? ഈ കലയിൽ അങ്ങനെയല്ല കേട്ടോ. അതൊക്കെ ഒരു നമ്മളെ തെറ്റായ തോന്നൽ. നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷയമാണ്. എന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. പാവ ഹരീഷ് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? അപ്പൊ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞപ്പോൾ അവന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വരെ ഈ സംഗതി മനസ്സിലായി. അവൻ ഞങ്ങളോട് പോലും ഷെയർ ചെയ്തിട്ടില്ല അവൻ ഇങ്ങനെ ഒരു വിഷയമുള്ളത്. കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തുറന്നു പറയുന്നതാണ് നല്ലത്. പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. പഴയ കാലം നല്ലല്ലോ, എന്റെ കയ്യിൽ എന്റെ കാലിന്റെ അടിയിലാണ് സിനിമ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഒരു കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരും തൽക്കാലം ഇവിടെ ഇല്ല. അങ്ങനെ ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വീട്ടിലിരുന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. സിനിമ കാണുന്ന പ്രേക്ഷകന്റെ കയ്യിലാണ്. ഏറ്റവും വലിയ വിപ്ലവം നടന്നത് മൊബൈൽ ഫോണാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ മെയിൻ ചാനലുകൾ പോലും അപ്രസക്തമാക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സ്ഥാനവും ഇന്ന് സമൂഹത്തിൽ, അല്ലേ? പണ്ടൊരു ചാനൽ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഇത്ര പൈസ വേണം, ഇത്ര കോടികൾ. അവരെ പോലും അപ്രസക്തമാക്കാണ് നിങ്ങളൊരു മൊബൈൽ ഫോണായിട്ട്. നിങ്ങളെ ആളുകൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളിപ്പോ നിങ്ങളെ വെറുതെ വിളിച്ചു വരുത്തിയല്ലോ. നിങ്ങളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരസ്പരമുള്ള തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. ഗിവ് ദ റെസ്പെക്ട് ആൻഡ് ടേക്ക് ദ റെസ്പെക്ട് എന്നുള്ള ആ സാധനം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. അപ്പോഴാണ് ചെറിയ രീതിയിൽ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം ഇത് തുടങ്ങേണ്ടത്. അത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹത്തിന് മുന്നിൽ നിന്ന് വലിയ വർത്താനങ്ങൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറും വലിയ വർത്താനം മാത്രം പുറത്തു പറച്ചിലും അല്ലാത്ത രീതിയിലാവുമ്പോൾ കാര്യം ഉണ്ടാവില്ല. അതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല ഭരണം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പോ ഏത് പക്ഷം എന്നൊന്നുമില്ല. അത് പക്ഷം ഏതായാലും എന്താ, ജനങ്ങളുടെ കാര്യങ്ങൾ ഭംഗി നടക്കണം, അല്ലേ? അതുണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പോ ഞാനല്ലല്ലോ പറയണ്ടത്. അത് നമ്മളിപ്പോ ഈ വിധി വരുമ്പോ നമുക്കറിയാലോ ഉണ്ടോന്നാണോ ഇല്ലയെന്നാണോ എന്നൊക്കെ ജനം വിധി പറയല്ലോ. എനിക്ക് വളരെ കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി ഹരീഷേട്ടനാ പറയേണ്ടത് എന്തായിരുന്നു എന്നുള്ളത്. കണക്കുമാഷ് നല്ലതായിരുന്നു അതോ ഭയങ്കര? കണക്കുമാഷ് നമ്മള് ഹരീഷേട്ടനെ ഇതുവരെ നമ്മൾ കണ്ട കുറെ മൂവീസ്, അല്ലെ, മലയാളത്തിലാണെങ്കിലും തമിഴിലും തെലുങ്കിലൊക്കെ ആണെങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഹരീഷേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാണാത്ത മറ്റൊരു കഥാപാത്രമാണ് ഹരീഷേട്ടൻ ഇതില് ചെയ്തിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നേരത്തെ ഹരീഷേട്ടൻ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കിട്ടേണ്ടതായിരുന്നു. നിശ്ചയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ 3 പേരുടെയും ചർച്ചയിലൂടെയാണ് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളിലേക്കും വന്നു ചേർന്നത്. ആദ്യത്തെ ആലോചനകളിൽ സംഭവിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ വന്ന് അഭിനയിച്ചിട്ടുള്ളതും ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതും. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ നിഷയുടെ ക്യാരക്ടർ നിഷ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഫൈനൽ കട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്യാമിനോട് പറയായിരുന്നു, നിഷയോട് നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ ചില മൈല്യൂട്ടായ ചില സന്ദർഭങ്ങളൊക്കെ. പിന്നെ ഇതിൽ തന്നെ ആ ടീസറിൽ ഉപയോഗിച്ച ഒരു 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 സംഭാഷണമുണ്ട്, അത് ശാന്തൻ എഴുതി വെച്ച ഭയങ്കര മനോഹരമായിട്ട് തോന്നിയൊരു സംഭാഷണം എനിക്കത്. നിഷയോട് പറയുന്ന ഒരു സംഭാഷണം, എന്താ നീ അമ്പലത്തിൽ പോയില്ലേ? എനിക്ക് പ്രാർത്ഥിച്ചു മടുത്തു. എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചിലപ്പം അവസാനത്തെ ചോദ്യത്തിനായിരിക്കും മൂപ്പര് ഉത്തരത്തില്. അവസാനത്തെ ചോദ്യം നമുക്ക് ഏതാന്ന് അറിയില്ലാത്ത ഒരു പ്രശ്നം. ഭയങ്കര മനോഹരമായിട്ട് തോന്നിയ ഒരു സാധനം. നമ്മളൊക്കെ ജീവിതത്തിൽ അതേ പറഞ്ഞ കണക്ക് കൂട്ടലുകളുടെ ഒരു വലിയ ജീവിതം ഒരു സംഗതിയാണ്. സിനിമയിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് സിനിമ ഉണ്ടാവും, ചില സമയത്ത് സിനിമ ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു അവർക്കും ഉണ്ടാവും എന്ന് ചെയ്യുന്നവർ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. എന്ത് സാധനമാണോ നമ്മളൊരു പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് തിരിച്ച് റോക്കറ്റ് പോലെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് തന്നെ തിരിച്ചും കിട്ടും. എല്ലാ കാലത്തും എല്ലാവരും ഒരേപോലെ തന്നെ ഉണ്ടാവണം എന്നില്ലല്ലോ, അല്ലേ? ഹരീഷേട്ടാ, ഒരു കാര്യം ചോദിക്കാൻ, ഒരുപാട് പടങ്ങളിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ മധുരക്കണക്കിലൂടെയാണ് ഒരു മധുര പ്രതികാരം ചെയ്യാനായിട്ട് തിരിച്ചു വരുന്നത്. അപ്പം ഒരുപാട് പടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ള എനിക്കറിയില്ല. ഞാൻ ഒരൊറ്റ സംഭവം കേട്ടുള്ളൂ. അല്ല അങ്ങനെ ARM-ന്റെ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അല്ലാതെ കുറെ കാര്യങ്ങള് നമ്മൾ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ വന്നു തുടങ്ങിയപ്പം പല ലൊക്കേഷൻസും പല ആൾക്കാരെടുത്തും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം നമ്മള് അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച ഒരാളെ കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു വയ്ക്കണമെന്ന് ഒന്നും വിചാരിച്ചല്ല. ഇപ്പൊ ഈ അടുത്താണ് ഞാനിത് പറഞ്ഞത്, ഇത്രയും വർഷമായിട്ട് ഞാനത് പറഞ്ഞില്ല. അപ്പം ഇത് എന്റെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന കേസായിരുന്നു. എൻ്റെ വീട്ടിലും ഇത് നിർമ്മലിനെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന കാര്യമായിരുന്നു. അപ്പം അത് കേട്ട നമ്മൾ ഇത്രയും വിശ്വസിച്ച ഒരാൾ ഇങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തിൽ നിന്നാണ് ഞാൻ അത് പറയാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് പറയില്ല. ഹരീഷേട്ടനാണല്ലോ ഇതിലെ പ്രൊഡ്യൂസർ. ഹരീഷേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു കോള് വന്നിരുന്നു ഇങ്ങനെ അഭിനയിപ്പിക്കരുത് എന്നങ്ങാണ്ട് പറഞ്ഞിട്ട്? അങ്ങനെ പറയുമായിരുന്നെങ്കിൽ എന്തായിരിക്കും മുഖമടച്ചിട്ടുള്ള ഒരു മറുപടി ഉണ്ടാവുമായിരുന്നു? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അനീഷ് ഇപ്പുറത്ത് പറയേണ്ട കാര്യം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ തന്നെ അവർക്ക് നല്ല മറുപടി കൊടുക്കുമായിരുന്നു. അത് അനീഷിനെ കൂടുതൽ അഭിനയിപ്പിക്കാനുള്ള ഒരു ധൈര്യവുമായിട്ട് മാറ്റുമായിരുന്നു ഞാൻ. അതേ എന്നെ നമ്മളടുത്തൊന്നും അങ്ങനെ കളിക്കില്ല, ഞങ്ങളൊന്നും ആയിട്ടില്ല, ഒന്നും നടക്കില്ല. അല്ല, ഇപ്പൊ അമ്മ സംഘടനയിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ചാൻസ് കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് വരിക? അതല്ല, അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാല് അമ്മ സംഘടനയിൽ പരാതി കൊടുത്തതിന് ശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പുറത്തേക്ക് പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്. അമ്മ സംഘടനയിൽ പരാതി കൊടുത്തിട്ട് അവിടെ തീർക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഈ പ്രസ്ഥാനം പുറത്തേക്ക് വരില്ലല്ലോ. അമ്മ ആയിരിക്കും നിലകൊള്ളുന്നത് വിചാരിക്കുന്നത്? പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിരുന്നു അവിടെ? അമ്മ സംഘടനയിൽ നിന്ന് ആദ്യമേ പുറത്തു പോയ ഒരാളാണ്, രാജിവെച്ച് പോയ ആളാണ് ഹരീഷേട്ടൻ. ഇനി ഒരിക്കലും അമ്മ സംഘടനയിൽ വരില്ലേ? അല്ല, ആ ഉത്തരൊക്കെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞത് അല്ല, ഞാനായിട്ട് ഇറങ്ങിപ്പോന്നതാണല്ലോ. അതിൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്ന് വീണ്ടും അതിൻ്റെതായ രീതിയിൽ ഒരു കാർപ്പറ്റ് അവിടെ വരികയാണെങ്കിൽ അപ്പൊ ആലോചിക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ ഹരീഷേട്ടന്റെ വിഷയത്തിൽ നീതി നിഷേധമായിരുന്നില്ലേ അമ്മയുടെ ഭാഗത്ത് നിന്ന്? അപ്പൊ അതിനെങ്ങനെ കാണുന്നത്? അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ഇയാളെ പറ്റി ഇതുപോലെ കുറെ പരാതികളുണ്ട്. പിന്നെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഈ അമ്മ സംഘടനയിൽ ചോദിച്ചിട്ടല്ലോ ഇയാൾക്ക് ഈ പൈസ കടം കൊടുത്ത്. അമ്മ അങ്ങനെയാണോ മറുപടി? അല്ല, അമ്മ അങ്ങനെയല്ല. അമ്മ തന്ന മറുപടി ഇല്ല, ഞാൻ തന്നെ കൊടുത്ത മറുപടിയാണ്.
അല്ല ഞാൻ ചോദിച്ചത് അമ്മയുടെ ഭാരവാഹികളുടെ നിലപാട് എന്തായിരുന്നു? ഇല്ല, ഞാൻ അന്ന് ഇടവേള ബാബുചേട്ടൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അയാള് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് ഉണ്ടെന്ന് പറഞ്ഞു, കൊടുത്തോളാന്നും പറഞ്ഞു. അത്രയും ഉണ്ടായുള്ളൂ. നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. റൈഹാൻഡാണോ ക്യാഷ് കൊടുത്തത്? അതെ, അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു. നിയമ നടപടി സ്വീകരിക്കാൻ പറ്റില്ല, തെളിവില്ലല്ലോ. തെളിവില്ല. അക്കൗണ്ടിൽ എങ്ങനെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാത്ത? അല്ല, ഞാന് തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പിന്നെ തരാത്തതും പ്രതീക്ഷ അത് പോരാത്തതും പാരയും കൂടി ആയപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത്. ഇനി നിയമ നടപടി സ്വീകരിക്കാലോ? സ്വീകരിക്കുമോ? ചിലപ്പോ സ്വീകരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു ശത്രുവിന് ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും പൈസ കടം കൊടുത്താൽ മതി, ഇല്ലേ? ഒരു മിത്രത്തെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരാൻ പറ്റില്ല എന്ന് അപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കുക. ചിലപ്പോൾ അത് എന്തെങ്കിലും ചീത്ത പറയാ, അല്ലെങ്കിൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ പോകും. ഇത്രേ സംഭവിക്കുള്ളൂ. അസമയം ശത്രുവിന് ആവശ്യമുണ്ടെങ്കിൽ പൈസ കടം കൊടുത്താൽ മതി. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പൈസ തിരിച്ചു കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ ചോദിക്കും. അപ്പൊ അവർ പറയും പിന്നെ തരാന്ന് പറയും. തിരിച്ചു കിട്ടാണ്ടാവുമ്പോൾ വീണ്ടും ചോദിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു നിന്ന് ചീത്ത വിളിക്കുക. അത് സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെ സംഭവിക്കുക, അല്ലേ? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ അനുഭവം. അതുകൊണ്ട് ഹരീഷേ, ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചോദിച്ചല്ലോ. നമ്മളൊരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിയമ നടപടി, നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള കിട്ടാനുള്ള വഴിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊരാൾ കൊടുത്ത പൈസക്ക് ചീറ്റിംഗ് 420 ചീറ്റിംഗ് 7 വർഷം വരെ ശിക്ഷ വരും. അതിന്റെ ഇടയിൽ കോടതി കോമ്പൻസേഷൻ വെക്കും. എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോ ഇത്ര വലിയ തുകയൊന്നല്ല ഞാൻ ചോദിച്ചപ്പോ ഞാൻ ചെക്കാണെങ്കിൽ ചെക്കെല്ലാം പ്രൂഫ് ഉണ്ട്, കൊടുത്തതിന് പ്രൂഫ് ഉണ്ട്. അപ്പൊ ഞാൻ കൊടുത്തപ്പോ അവര് പറഞ്ഞത് നിങ്ങൾ ഒരാൾക്ക് അറിഞ്ഞു കൊടുത്ത ഒരാൾക്ക് കൊടുത്ത പൈസക്ക് ഒരിക്കലും അതിന് എഗ്രിമെന്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 420 ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാം. എഗ്രിമെന്റിലാണ് നമ്മൾ ഒരു ജിപേ ചെയ്യുകയാണെങ്കിൽ തിരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു കേസ് തള്ളൂ. നിങ്ങൾ ചോദിച്ചോണ്ട് എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എനിക്ക് അറിയില്ല. ഞാൻ കേസ് പറയുന്നു, കേസ് 125 പറയുന്നു. പ്രതീക്ഷകൾ എന്ന് പറയുന്നത് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ കുടുംബമായിട്ട് തന്നെ പ്രേക്ഷകർ ഓരോരുത്തരും പോയി കാണേണ്ട സിനിമയാണ്. അപ്പൊ ആ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് സത്യസന്ധമായൊരു സിനിമയാണ് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. അത് എല്ലാവരും 2 കൈയും നീട്ടി മലയാളി സ്വീകരിക്കുന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബാക്കി എല്ലാം ആ തുടക്ക ദിവസങ്ങളിൽ തന്നെ, ആദ്യത്തെ ദിവസങ്ങളിൽ വലിയ സിനിമകളുടെ കൂടെയാണ് ഞങ്ങളുടെ സിനിമ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിലെത്തിയ സിനിമ കണ്ടാൽ മാത്രമേ ഞങ്ങളുടെ സിനിമ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു സാധനം കൂടി, ഒരു സിനിമയുടെ യാഥാർത്ഥ്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അതും കൂടെ ഒന്ന് എടുത്തു പറയുകയാണ്. പിന്നെ കാണാമെന്ന് വിചാരിച്ച് നിൽക്കാതെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന് സിനിമ കണ്ട് നിങ്ങളുടേതായ സത്യസന്ധമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. നമ്മളിപ്പോ വലിയ സിനിമ, ചെറിയ സിനിമ എന്ന് എപ്പോഴും കാറ്റഗറി ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടുന്ന സിനിമയല്ലേ വലിയ സിനിമ? കുറെ പൈസ മുടക്കിയാൽ ഒരു വലിയ സിനിമയാവോ? ഞാൻ കാര്യമായിട്ട് കുറെ കലാകാരന്മാർക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുത്ത് വലിയൊരു പടം പിടിച്ചാല് ടെക്നീഷ്യൻസ് ഭയങ്കര ടെക്നിക്കലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു പടം വലിയ സിനിമയാകോ? ഇല്ല. എന്റെ ഒരു അഭിപ്രായത്തില് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. തെറ്റാണെങ്കിൽ പൊറുക്കുക. പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ട് ഒറ്റക്കെട്ടായിരുന്നു കൈയടിക്കുന്ന ഒരു സിനിമയല്ലേ ഏറ്റവും വലിയ സിനിമ, അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ നമ്മളല്ലേ ഇത്രയും കാലം? നമ്മൾ മണിക്കൂറുകളോളം ഒരു സിനിമ കാണാൻ വേണ്ടി വെളുപ്പാങ്കാലത്ത് 2 മണിക്കും 3 മണിക്കും വരെ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു, കുടുംബസമേതം, ഇല്ലേ? ആ സിനിമകളെല്ലാം ഹിറ്റല്ലായിരുന്നോ? അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല സിനിമ, അല്ലെങ്കിൽ വലിയ സിനിമ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് വലിയ സിനിമ. അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, ഏത് സിനിമ വലുതാക്കണം, ഏത് സിനിമ ചെറുതാക്കണം എന്ന്. അപ്പൊ അത് നിങ്ങളുടെ കയ്യിലാണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ഹരീഷേനോട്. നാളെ റിലീസ് ആവാണ് അടുത്ത ദിവസം. അപ്പൊ കളങ്കാവലിനെ കുറിച്ച് പണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു, വിനായകനെതിരെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, യേശുദാസിനെതിരെ പറഞ്ഞ സമയത്ത്. അപ്പൊ മമ്മൂക്ക വിനായകന്റെ കൂടെ അഭിനയിക്കുന്നതിനെതിരെ മമ്മൂക്ക പ്രതികരിക്കാത്തതിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ കളങ്കാവൽ ഇറങ്ങുകയാണ്, ഇപ്പോഴും ആ നിലപാട് തന്നെയാണോ? അതല്ല, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ എന്തോ ഒരു പിശകുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെയൊരു, അതായത് അടൂർ സാറാണെങ്കിലും യേശുദാസ് സാറാണെങ്കിലും
മലയാളിയുടെ ഏറ്റവും വലിയ വേണ്ടപ്പെട്ട രണ്ട് സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയാണ്, രണ്ട് രീതിയിലാണെങ്കിൽ പോലും. അപ്പൊ അത്തരം ആളുകളെ അടച്ചാക്ഷേപിച്ച് അതിന്റെ പിറ്റേന്ന് ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റർ പങ്കുവയ്ക്കുന്നതിൽ ഒരു അപാകത ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം മോശപ്പെട്ട കലാകാരനാണെന്നോ എന്നൊക്കെ പറഞ്ഞ രീതിയല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും അയാളും തമ്മിൽ എന്ത് വ്യത്യാസം, അതല്ല അപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു ധാർമ്മികതയുണ്ട്, ഒരു സമൂഹത്തിന്റെ ഒരു നമ്മൾ പുലർത്തേണ്ട ചില, അത് നമ്മൾ ആരോടാണെങ്കിലും ചൂണ്ടിക്കാണിക്കും. അങ്ങനെ അത് നമ്മൾ പറയേണ്ട ഉത്തരവാദിത്തമാണ് ഒരു കലാകാരൻ നിലയ്ക്ക് പറയാം. അത്തരം കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം, അല്ലാതെ ആ സിനിമയെ കുറിച്ചോ അതിലെ വ്യക്തി കലാകാരനെ കുറിച്ചോ ഒന്നും ഒരു അഭിപ്രായം. പലപ്പോഴും നേരെ മറിച്ച് നല്ല ആക്ടർ എന്നുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആളുകളും കൂടിയാണ്. കളങ്കാവലില് ഭയങ്കര അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഒക്കെ പോസിറ്റീവായി മാറില്ലേ വിനായകന്? അല്ല എന്ത്, പക്ഷെ അദ്ദേഹം കാണിച്ച സാധനങ്ങൾക്ക് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നു? അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൊണ്ട് ഒരാളുടെ അയാള് കാണിച്ചു കൂട്ടിയ സാധനങ്ങളൊക്കെ ഇല്ലാണ്ടാവോ? ഒരിക്കലും ഇല്ല. മലയാളി അത്ര പൊട്ടന്മാരൊന്നുമില്ല. മലയാളി ഇതിലും വലിയ ആക്ടേഴ്സിനെയും ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ കണ്ടു വന്ന ആളുകളാണ്. അതല്ല, ആക്ടർ എന്നുള്ള രീതിക്ക് അംഗീകരിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും അല്ലാത്ത ചില സംഭവങ്ങളിൽ വരുന്ന വിഷയങ്ങളുണ്ട്. അതിപ്പോ അദ്ദേഹം മാത്രമല്ല, ആരാണെങ്കിലും അത് പറയും, അത് പറഞ്ഞിരിക്കുമല്ലോ. അതല്ലേ ധാർമ്മികത നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കണ്ടേ? പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ വലിയ സിനിമ ചെറിയ സിനിമ സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ പറയുന്നതിന് ഒരു കാരണം ഉണ്ടായിട്ടാണ് കേട്ടോ പറഞ്ഞത്. വേറെ ഒന്നും വിചാരിക്കണ്ട. നമ്മളൊരു വലിയ നടൻ എന്ന് പറയുന്നത് എന്താ? ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നടൻ അല്ലേ? ഒരു നടി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് വലിയ നടൻ അല്ലെങ്കിൽ വലിയ നടി എന്നൊക്കെ പറയും. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന അല്ലേ? പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് പെർഫോം ചെയ്യുമ്പോഴാണല്ലോ അല്ലേ? അങ്ങനെയല്ലേ? അപ്പോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല സിനിമയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സിനിമ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ പൊറുക്കാൻ.